എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ബുധൻ, ചൊവ്വ, ശുക്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുന്നുണ്ട്. ഇതിൽ ബുധൻ മാസം തുടങ്ങുമ്പോൾ ധനുക്കൂറിൽ നിന്ന് മകരത്തിലേക്കും പിന്നീട് 20-ാം തീയതി മകരത്തിൽ നിന്ന് കുംഭത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി ഫെബ്രുവരി മാസ രാശിഫലങ്ങളിലേക്ക് കിടക്കാം. കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം. മാസം തുടങ്ങുമ്പോൾ രാശിയധിപനായ ചന്ദ്രൻ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. 2-ാം ഭാവാധിപനായ സൂര്യനും 7-ൽ സഞ്ചരിക്കുന്നത് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. പക്ഷേ 13-ാം തീയതി സൂര്യൻ അഷ്ടമരാശിയിലേക്ക് മാറിയതിനു ശേഷം സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ദോഷഫലങ്ങളുണ്ടാകും. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയും അതുമൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളതിനാൽ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ പണം കൊടുക്കുന്നതും വാങ്ങുന്നതും സംബന്ധമായും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ബുധൻ മാസം തുടങ്ങുമ്പോൾ അനുകൂലമായി സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കുവാൻ സാധിക്കും. പക്ഷേ 20-ാം തീയതിക്ക് ശേഷം അഷ്ടമരാശിയിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ഓർമ്മക്കുറവ് അനുഭവപ്പെടും. ശുക്രൻ മാസം തുടങ്ങുമ്പോൾ 6-ാം ഭാവത്തിലാണെങ്കിലും പിന്നീട് 12-ാം തീയതി 7-ാം ഭാവത്തിലേക്ക് മാറിയതിനു ശേഷം കർക്കിടകക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾ വാങ്ങാനും ആഭരണം വാങ്ങുവാനും യോഗമുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ശുക്രൻ മകരത്തിലേക്ക് മാറിയതിനു ശേഷം അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അഷ്ടമശനി കാലമാണെങ്കിലും ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ ശുക്രൻ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുന്നതാണ്. ഫെബ്രുവരി 5-ാം തീയതി മുതൽ തൻ്റെ ഉച്ചരാശിയായ മകരത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും നേട്ടങ്ങളുണ്ടാകും. 13-ാം തീയതിക്ക് ശേഷം സൂര്യൻ 8-ാം ഭാവത്തിൽ ശനിയുടെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലുള്ളവരോടും ഇടയ്ക്കിടെ വാക്തർക്കങ്ങൾ ഉണ്ടാകും. ജോലിഭാരവും വർദ്ധിക്കും. ഫെബ്രുവരി 10, 11 ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതും വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും കർക്കിടകക്കൂറുകാർക്ക് ഈ മാസം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കൂറിൽ ജനിച്ചവർക്കായുള്ള ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെപ്പറ്റി നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.